എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിരോഷിമയിലെ ഹിത്സുകുഷിമ എന്നൊരു ക്ഷേത്രം കാണുവാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹിത്സുകുഷിമ എന്നൊരു ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ഈ ക്ഷേത്രത്തിന് ഹിത്സുകുഷിമ എന്ന പേര് വന്നു. ഹിത്സുകുഷിമ ദ്വീപിന് ചുറ്റുമുള്ള കടൽ സേത്തോ എന്നു പേരുള്ള ഒരു കടലിടുക്കാണ്. പ്രധാന ഭൂപ്രദേശത്ത് നിന്നും നമ്മൾ ബോട്ടിലാണ് ഈ ദ്വീപിലേക്ക് പോകുന്നത്. ദ്വീപിൻ്റെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ്. പ്രധാന ഭൂപ്രദേശത്ത് നിന്നും കഷ്ടിച്ച് 8 കിലോമീറ്റർ ഉൾക്കടലിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ ഈ ദ്വീപിൽ എത്തിച്ചേരുന്നു. കടൽ ഇവിടെ വളരെ ശാന്തമാണ്. ബോട്ടിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ നേരെ പോയത് ക്ഷേത്രത്തിലേക്കാണ്. ബോട്ട് ഇറങ്ങിയ സ്ഥലത്ത് നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്ററിലധികം നടന്നു വേണം നമ്മൾ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിച്ചേരുവാൻ. ഹിത്സുകുഷിമ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കടൽ ദേവനായ സുസാനോ മിക്കാട്ടോസുയുടെ 3 പെൺമക്കളാണ്. തഗോരിഹിമെ, തഗിൽസുഹിമെ, ഇൽസുക്കിഷുമഹിമെ എന്ന 3 പെൺകുട്ടികളെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 3 ദേവിമാരാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികൾ. ഷിൻഡോ വിശ്വാസപ്രകാരം ഈ ദേവിമാർ കടലിൻ്റെയും യാത്രക്കാരുടെയും രക്ഷാകർത്താക്കളായിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് സുയിക്കോ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുവാൻ 2-3 ടോറി ഗേറ്റുകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ രൂപകൽപ്പന 1168 തൈർനോ കിയോമോരി എന്ന ഭരണാധികാരിയുടെ കാലത്താണ് പൂർത്തിയാക്കിയത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വേലിയേറ്റ സമയത്ത് വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതാണ് വലിയ ടോറി ഗേറ്റ്. ഇത് കടലിൽ സ്ഥിതി ചെയ്യുന്നു. വേലിയേറ്റ സമയത്ത് ഈ കവാടം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇത് കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഹിത്സുകുഷിമ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കംഗൻസായി ഫെസ്റ്റിവലാണ്. ഇത് എല്ലാ വർഷവും ജൂൺ 17 നടക്കുന്നു. പരമ്പരാഗതമായ വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ ക്ഷേത്രത്തിൽ ഒത്തുചേരുകയും വിവിധ ആചാരപരമായ ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. പണ്ട് സുസാനോ മിക്കാട്ടു എന്ന ദേവൻ തൻ്റെ സഹോദരി അമതരാസു ഒളിപ്പിച്ചിരുന്ന ഗുഹയിൽ നിന്ന് സൂര്യനെ വീണ്ടെടുക്കാൻ സഹായിച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ മക്കളായ 3 ദേവിമാരെ ഈ ദ്വീപിലേക്ക് അയച്ചു. ഈ ദേവിമാർ ദ്വീപിൽ ഒരു ക്ഷേത്രം പണിയുകയും അത് ഹിത്സുകുഷിമ ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് കഥ. ഈ ക്ഷേത്രത്തിലെ ചുവപ്പ് നിറം ഷിൻഡോ മതവിശ്വാസത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ചുവപ്പ് നിറം തിന്മയെ അകറ്റുമെന്നും ഭാഗ്യം കൊണ്ടുവരുമെന്നും വിശ്വസിക്കുന്നു. കൂടാതെ ചുവപ്പ് നിറം പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന ഒരു ഇന്ദ്രിയ അനുഭവവും നൽകുന്നു. ഹിത്സുകുഷിമ ക്ഷേത്രത്തിന് പുറകിലുള്ള പർവ്വതത്തിൻ്റെ പേര് മിയാജിമ പർവ്വതം എന്നാണ്. ഈ പർവ്വതം ഷിൻഡോ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പർവ്വതത്തിലാണെങ്കിൽ ധാരാളം ദേവാലയങ്ങളും ആരാധനാലയങ്ങളും ഉണ്ട്. ഇവിടുത്തെ പൂജകൾ ചെയ്യുന്നത് ഷിൻഡോ പുരോഹിതന്മാരാണ്. ഷിൻഡോ പാരമ്പര്യമനുസരിച്ച് പുരോഹിതന്മാർ ദേവന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ പോയപ്പോൾ വേലിയിറക്ക സമയമായിരുന്നു. എന്നാൽ വേലിയേറ്റ സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അടിവശം വരെ വെള്ളം വരും എന്നുള്ളതാണ് പ്രത്യേകത.
ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും പൂന്തോട്ടങ്ങളും മറ്റും കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. കാലത്ത് പുറപ്പെട്ടാൽ ഉച്ചയ്ക്കോ ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ വൈകുന്നേരമോ മറ്റുമാണ് തിരിച്ചെത്താൻ സാധിക്കുക. വളരെ വിശാലമായ ഒരു കടൽ തീരമുണ്ട് ഇതിന്. ഉൾക്കടലായത് കാരണം കൊണ്ട് അധികം തിരമാലകളില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബോട്ട് യാത്രയും അമ്പലത്തിൻ്റെ ദർശനവും എല്ലാം ഞങ്ങൾ വളരെ ആസ്വദിച്ചു. ഈ കാണുന്നത് മിയാജിമ പർവ്വതനിരകളാണ്. ഹിരോഷിമയിൽ പോകുന്നവർ തീർച്ചയായും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. താങ്ക് യു വെരി മച്ച്. ജപ്പാനിലെ പ്രധാന പർവ്വതമായ ഫുജി പർവ്വതത്തെപ്പറ്റിയും പരിസര പ്രദേശങ്ങളെപ്പറ്റിയും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. താങ്ക് യു.